എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. 5.1.4 അതുപോലെ തന്നെ 5.1.6 ഇതിൽ തമ്മിൽ ഏതാണ് ഭേദം എന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിന് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഞാനൊരു തീർച്ചയായും അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നല്ല, ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൻ കൺസേൺ എന്താണ്? നിങ്ങൾ എസ്തറ്റിക്സ് ആണോ നോക്കുന്നത്, അതോ സൗണ്ട് എഫക്ട്സിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഞാൻ ഈ എസ്തറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരാൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഓരോ റൂമും വൃത്തിയായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളെ WAF അഥവാ വൈഫ് അക്സെപ്റ്റൻസ് ഫാക്ടർ, നിങ്ങളുടെ ഭാര്യ നോക്കുമ്പോഴൊക്കെ റൂം വൃത്തിയായിരിക്കുന്നു, കാര്യങ്ങളൊക്കെ വൃത്തിയായി വെച്ചിരിക്കുന്നു. ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി ഒരു ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ? അതായത് നിങ്ങൾ അതിയായ ആഗ്രഹമുണ്ട് ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടിയുള്ള സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഡ്രീം എക്വിപ്മെൻറ്റ്സ് വാങ്ങുന്നു, ഡ്രീം സ്പീക്കേഴ്സ് വാങ്ങുന്നു. പക്ഷേ അത് നിങ്ങൾ എന്താ പറയുക, ഒരു എസ്തറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലാണ് സെറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു വൃത്തിയുടെ ആംഗിൾ നിന്നാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണെങ്കിൽ, അതായത് എങ്ങനെയൊക്കെയോ ഒരു തിയേറ്റർ ചെയ്താൽ മതി, കാണാൻ നല്ല ഭംഗിയാണ്, ഇതാണോ നിങ്ങളുടെ ഉദ്ദേശം? അതോ നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കിയാൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം, അതല്ലെങ്കിൽ ഒരു വ്യക്തത വേണം, അതല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടണം എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശം? ഓക്കെ, ആദ്യത്തേതാണ് നിങ്ങളുടെ ഉദ്ദേശം, എസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്നുള്ളത്. അതായത് സ്പീക്കർ എവിടെ വേണം വെച്ചാലും ഒന്ന് കാണാൻ നല്ല രസം ഉണ്ടാവണം എന്നുള്ളതാണെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ പറയുന്നത് എസ്തറ്റിക്കലിയും പ്ലീസിങ് ആയിരിക്കണം, പക്ഷേ സൗണ്ട് വൈസും കോംപ്രമൈസസ് പാടില്ല. ഓഫ്കോഴ്സ് അൾട്ടിമേറ്റ്ലി എന്തായാലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളെല്ലാവർക്കും ഉദ്ദേശത്തെ വലിയ റൂം സൈസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ചിലർക്ക് റൂം സൈസ് ഉണ്ടാവാം, പക്ഷെ അവരുടെ അടുത്ത് ഉദ്ദേശിച്ച എക്വിപ്മെൻറ്റ്സ് വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ക്യാഷ് ഉള്ളവരുടെ അവസ്ഥയാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു, പക്ഷേ മീൻസ് കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ബിൽഡറിനെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാളറിനെ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്ന അന്ന് മുതലേ ഞാൻ പറയുന്നതാണ്, ഓരോരുത്തരുടീനെ കുറിച്ച് തെറ്റായ ധാരണകൾ പലതും പരത്തുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ കുറേ വ്യത്യാസം വന്നു എന്നാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് തിയേറ്റർ ഇൻസ്റ്റാളേഴ്സ് അല്ലെങ്കിൽ ഹോം തിയേറ്റർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നവർ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഓരോ 3D ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓരോ 3D വരും ഒരു മിക്സറാണ്, പിന്നെ എന്താ പറയുക, ഒരു വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ അറ്റ്മോസ് കേട്ടാൽ മതി. ഓക്കെ ഫൈൻ, അവർക്ക് ഏറ്റവും എളുപ്പം അതാണ്. അറ്റ്മോസിൻ്റെ എന്താ പറയുക, ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം അതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മീൻസ് പണിയില്ല എന്നല്ല, അവരതൊന്നും നോക്കുന്നില്ല, അവരതിനെക്കുറിച്ച് യാതൊരുവിധ കാര്യങ്ങളും അവർ നോക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനെക്കുറിച്ച് ആരും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ദുരവസ്ഥ. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടവും തരുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര ഹൈ എൻഡ് എക്വിപ്മെൻറ്റ് കൊണ്ടുപോയി വാങ്ങി നിങ്ങൾ വീട്ടിൽ വെച്ചാലും അത് വെക്കേണ്ട രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതൊരു കലയാണ്, ദിസ് ഇസ് സയൻസ് ബിഹൈൻഡ് ദിസ്. ഓക്കെ, ഈ സയൻസ് എന്താണെന്ന് ഞാൻ ഇതിന് മുമ്പും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. നിങ്ങളൊരു തിയേറ്റർ പോകുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തിയേറ്ററിൻ്റെ ഭംഗിയാണോ നിങ്ങൾ നോക്കാൻ പോകണം? അല്ലല്ലോ, യു ഗോയിങ് ദർ ഫോർ എൻ എക്സ്പീരിയൻസ് അല്ലേ? ശരിയല്ലേ? ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് മാത്രമാണോ? 4K പ്രൊജക്ഷൻ, നല്ല അടിപൊളി ക്ലാരിറ്റി, നല്ല കളർ, നല്ല ബ്രൈറ്റ്നസ്, ഇത് മതിയോ? സൗണ്ട് വേണ്ട നിങ്ങൾക്ക്? സൗണ്ടും വേണം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു മെമ്മറി, നിങ്ങളുടെ മെമ്മറിയിൽ അത് തോന്നും. ഓക്കെ, യെസ്, ആ പടം അടിപൊളിയായിരുന്നു, അതിൽ ഇന്ന് പ്രത്യേക സീൻസ് നിങ്ങൾ ഓർത്തെക്കാൻ കാരണം എന്തായിരിക്കും? അതിൽ ചിലപ്പോൾ സൗണ്ട് ഡിസൈനിങ് ആയിരിക്കാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് മീൻസ് ആ ലെവലിലല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉള്ള പരിമിതിയിൽ അതെങ്ങനെ വരുത്താം എന്നുള്ളതിലാണ് കാര്യം. അതല്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ ഒന്ന് ചെയ്ത് കൂട്ടിപ്പോയി അവസാനം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളതല്ല കാര്യം. പ്ലീസ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കൂ. ഓക്കെ, ഞാൻ പറയുന്നത്
നിങ്ങളുടെ ചെറിയൊരു സിസ്റ്റമാണ് എന്നിരുന്നാൽ പോലും ചെയ്യേണ്ട രീതി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ആ ചെറിയ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ സിസ്റ്റത്തിനേക്കാൾ നല്ല പ്രയോജനം ഉണ്ടാവും, നല്ല രീതിയിലുള്ള എഫക്ട്സ് ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഹ്യൂമൻ ഇയേഴ്സിൻ്റെ ആ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച്, അതാണ് അതിൻ്റെ ബേസ്. കാരണം മനുഷ്യന്മാർ കേൾക്കുന്ന രീതി, ഓക്കെ, നമുക്കറിയാം സൗണ്ട് മുമ്പിലുണ്ട്, ബാക്കിൽ നിന്ന് മേലെ നിന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ചെവി ഈ 2 ഭാഗത്തേക്കാണ് ഉള്ളത്. ഇതിൻ്റെ സൗണ്ട് കേൾക്കാനുള്ള പെർസെപ്ഷൻ ഫ്രണ്ടിൽ നിന്ന് വരുന്നതും സൈഡിൽ നിന്ന് വരുന്നതും ബാക്കിൽ നിന്ന് കേൾക്കാം. പക്ഷേ അത് എന്നാലും ഒരു പ്രത്യേക ആംഗിൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കേൾക്കുള്ളൂ. ഹൈറ്റ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നല്ല, കൃത്യമായിട്ടത് നമുക്ക് ഏകദേശം ഊഹിച്ചെടുക്കലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പ്ലെയിൻ മേലെ കൂടെ പോകുന്നത് നമുക്കറിയാം, പ്ലെയിൻ മേലെ കൂടെ പോകുന്നത്. അപ്പം അല്ലാണ്ട് സൗണ്ട് നിങ്ങൾ ഇവിടെ കേൾക്കുന്നതുകൊണ്ടാണോ? അല്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബേസിക്കലി ഹോം തിയേറ്റേഴ്സിൻ്റെ ആ ഡിസൈനും ആ ഒരു കോൺസെപ്റ്റും. ദ സെയിം തിങ് ഈസ് അപ്ലിക്കബിൾ ഇൻ യുവർ റൂം ഓൾസോ. അത് എന്താണ് പ്രേക്ഷകർക്ക് മനസ്സിലാവാത്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഓക്കെ, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം പറഞ്ഞ എക്സാക്ട് പൊസിഷൻ വരുമ്പം നിങ്ങളുടെ സീറ്റിംഗ് പൊസിഷനും എല്ലാ സ്പീക്കേഴ്സും നിങ്ങളിലേക്ക് കൺവേർജ് ചെയ്യണം, നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്ന രീതിയിൽ സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്യണം. ഇത്രേ ഉള്ളൂ അതിൻ്റെ ഉദ്ദേശം. സിമ്പിളാണ്. ഞാൻ കൂടുതൽ ഇത് കോംപ്ലിക്കേറ്റ് ആക്കുന്നത് കാരണം കൃത്യമായ സയൻസ് ഉണ്ട്, കൃത്യമായ കണക്കുണ്ട്. അതായത് ആംഗിളുടെ മേലെയാണ് ഇത് കളി ഫുള്ളും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ മാതിരി ഇപ്പം ചെറിയ റൂമാണ്, ഓക്കെ, ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് അല്ല, ഓക്കെ, അതിനനുസരിച്ച് എല്ലാ പാരാമീറ്റേഴ്സും മാറും. ഓക്കെ, അപ്പോൾ പക്ഷെ അതിനനുസരിച്ച് നിങ്ങളുടെ സ്പീക്കർ പ്ലേസ്മെൻറ്റ്സും മാറ്റി കൊണ്ടുവന്നാൽ കൃത്യമാവും. ഓക്കെ, അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അത് ഓൺ സ്ക്രീനിലുള്ള കാണുന്നതും നിങ്ങളുടെ സൗണ്ടും തമ്മിൽ മാച്ചായി പോകുന്നുണ്ടോ, ഇൻ ഷോർട്ട് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഓൺ സ്ക്രീനിൽ ഒരു സീൻ, ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ പിന്നെ താഴെ നിന്ന് പൊന്തി മേലെ പോകുന്നു എന്നൊരു സീനാണെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കുമ്പം അതുപോലെ തന്നെ തോന്നണം. താഴെ നിങ്ങളുടെ പിന്നെ സ്പീക്കറിന് അത് മേലോട്ടേക്ക് പോകണം, പിന്നെ അവിടെ നിന്ന് ആ മൂവ്മെൻറ്റ് അത് കൃത്യമായിരിക്കണം. അതല്ലാതെ താഴെ നിന്ന് മേലോട്ടേക്ക് പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് താഴെ നിന്ന് ബാക്കോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ദറ്റ് ഇസ് റോങ്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ബേസ്, അതായത് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അടിത്തറ പക്കയായിരിക്കണം. ഇപ്പോൾ ഹോം തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസ് ലെയർ സ്പീക്കേഴ്സ് നിങ്ങളുടെ ബെഡ് ലെയർ സ്പീക്കേഴ്സ്, ഹൈറ്റ് സ്പീക്കേഴ്സ് അവിടെ നിൽക്കട്ടെ, ഹൈറ്റ് സ്പീക്കേഴ്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ബെഡ് ലെയർ സ്പീക്കേഴ്സ് തന്നെ പ്ലേസ്മെൻറ്റ് തെറ്റാണെങ്കിൽ എല്ലാവരുടെയും വിചാരം സൗണ്ട് മുമ്പെന്ന് വരുന്നത്, അതായത് ഫ്രണ്ട്, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ഈ 3 സംഭവം സബ്വൂഫറിൽ നിന്നും വരുന്ന സൗണ്ടിൻ്റെ വോളിയൂമാണ് കേട്ടോ. അല്ലാണ്ട് അത് കിട്ടുന്ന ക്ലാരിറ്റി ഇതിലല്ല. വോളിയം നല്ലോണം കൂട്ടിച്ച് അത് കൃത്യമായി കിട്ടിയാൽ എല്ലാം ആയിന്നാണ്, ആവൂല. ഓക്കെ, അതിന് സീൻ ഞാൻ പറഞ്ഞല്ലോ. സപ്പോസ് ഒരു കാറ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു കാറ് അവിടെ നിന്ന് വരുന്നു. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് സ്റ്റേജിൽ നിന്ന് കാറ് വരുന്നു, അവിടെ നിന്ന് സ്ക്രീനിൽ നിന്ന് കാർ പാസ് ചെയ്ത് പോയി. അപ്പോൾ പാസ് ചെയ്ത് പോയത് എന്താ, സ്ക്രീനിൽ നിന്ന് പുറത്തു പോയി. ഓക്കെ, സ്ക്രീനിൽ കാണുന്നില്ല, പക്ഷേ ആ സൗണ്ട് ശരിക്കും ട്രാവൽ ചെയ്യണ്ട ഫ്രണ്ടിലത്തെ റൈറ്റ് സ്പീക്കറിൽ നിന്ന് നിങ്ങളുടെ സറൗണ്ട് പോയി, സറൗണ്ട് ബാക്ക് ഉണ്ടെങ്കിൽ സറൗണ്ട് ബാക്കിലേക്ക് പോയി. അതാണ് അതിൻ്റെ കറക്റ്റ് ഇത്, ആ ഒരു ഫീലിംഗ് കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ സറൗണ്ട്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് തെറ്റാണെങ്കിലോ, സറൗണ്ട് വേണ്ടത് നിങ്ങളുടെ ചെവിയുടെ നേരെ ഏതർ 90 ഡിഗ്രീസ്, അതല്ലെങ്കിൽ വേണമെങ്കിൽ സ്ഥലമില്ലെങ്കിൽ ഒരടി മുന്നോട്ട്, അല്ലെങ്കിൽ പോട്ടെ ഒരു 1-2 അടി ബാക്കോട്ട്, അതായത് കൃത്യമായ ആംഗിൾ, ഞാൻ ആംഗിൾസിലേക്കൊന്നും പോകുന്നില്ല. ഇതുണ്ടെങ്കിലേ ആ കറക്റ്റ് എഫക്റ്റ് വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഫ്രണ്ട് സ്റ്റേജിൽ അടിപൊളി സൗണ്ട്, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെയാണ് അറ്റ്മോസ് സ്പീക്കേഴ്സ് എന്താണ്, ഓവർ ഹെഡ് സ്പീക്കേഴ്സ്. അത് ആംഗിൾ ചെയ്ത് വെക്കണം, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് ഓവർ ഹെഡ് സ്പീക്കേഴ്സ് അത് വെക്കുന്നത് എവിടെയെങ്കിലും റൂമിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിൻ്റെതായ ഒരു അളവുണ്ട്, രീതിയുണ്ട് വെക്കുന്നതിനും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ആർട്ടിസ്റ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു ഫിലിം ഡയറക്ടർ ഷൂട്ട് ചെയ്യുമ്പം ആ ഡയറക്ടറിനൊരു വ്യക്തത ഉണ്ടാവും. ഇന്ന സീൻ ഇന്ന രീതിയിൽ ഷൂട്ട് ചെയ്യണം, ശരിയല്ലേ? ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം. അത് ആക്ടേഴ്സിനോട് പറഞ്ഞു, ആ രീതിയിൽ അയാൾ ആക്ട് ചെയ്യുന്നത് ഒപ്പിയെടുത്തിട്ട് അതാണ് ഫിലിം, ശരിയല്ലേ? ഇതേ സെയിം സംഭവം തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലും ഉണ്ട്. ഓക്കെ, അത് മിക്സറിൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. ഇതേ ഡയറക്ടർ പോയിട്ട് തന്നെ സൗണ്ട് എഞ്ചിനീയർ അടുത്ത് പറയും, ഓക്കെ എൻ്റെ സിനിമയിലുള്ള സീൻ, ഇപ്പം നേരത്തെ പറഞ്ഞ ഹെലികോപ്റ്ററിൻ്റെ സീനിനെടുക്കാം, ഇവിടെ നിന്ന് പൊന്തി
നേരെ പോകണം. പിന്നെ അവിടെ നിന്ന് മേലെ പോയി വട്ടം ചുറ്റണം, ഹൈറ്റ് സ്പീക്കേഴ്സിൽ വട്ടം ചുറ്റണം. ഇതാണ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ എഞ്ചിനീയറോട് കൃത്യമായിട്ട് പറയണം. ഓക്കെ, അപ്പോൾ എഞ്ചിനീയർ അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്യണം. സാധനം വെറുതെ റെക്കോർഡ് ചെയ്ത സാധനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ പോരാ, അതെടുത്ത് എൻകോഡ് ചെയ്യണം. ഡോൾബി അറ്റ്മോസിൻ്റെ മെയിൻ പ്രത്യേകത അതാണ്. സൗണ്ടിനെ സൗണ്ടായിട്ട്, അതായത് സ്പീക്കർ ബൗണ്ടറീസിന് മുകളിലൂടെ അല്ലെങ്കിൽ സ്പീക്കർ ബൗണ്ടറീസിന് എന്താ പറയുക അപ്പുറത്ത് വരെ സൗണ്ട് പ്ലേസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഞങ്ങൾ റൂമിൽ സ്പീക്കേഴ്സ് ഇല്ലാത്തടത്ത് വരെ സൗണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഡോൾബി അറ്റ്മോസ്. ഡോൾബി അറ്റ്മോസും DTS6 ഫോർ എക്സാമ്പിൾ. അപ്പോൾ സ്പീക്കർ വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ സ്പീക്കേഴ്സ് ഉള്ളിടത്ത് സ്പീക്കർ നിന്നാണ് സൗണ്ട് വരുന്നതെങ്കിൽ പോലും ആ സ്പീക്കർ ഇല്ലാത്തടുത്ത് ആ സൗണ്ട് കൃത്യമായിട്ട് അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണ് അവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ എഞ്ചിനീയർ അത് പ്രകാരം പ്രോഗ്രാം ചെയ്യാണ്. ഒരു ഫിലിമിൻ്റെ 3-ാമത്തെ മിനിറ്റ് 10 സെക്കൻഡ് മുതൽ ഹെലികോപ്റ്ററോടും താഴെ നിന്ന് പൊന്തുന്നു, 3:40 ഹെലികോപ്റ്റർ മേലെ എത്തുന്നു. അതായത് നിങ്ങളുടെ ഫ്രണ്ട് ലെഫ്റ്റ് ഹൈറ്റിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് 3:58 ഹൈറ്റ് സെൻറ്ററിൽ എത്തുന്നു. ഹൈറ്റ് സെൻറ്റർ നിങ്ങൾക്ക് ഇല്ലയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് ഹൈറ്റ്സിലുള്ള 2 സ്പീക്കറും കൃത്യമായിട്ട് ഫയർ ചെയ്യണമെങ്കിൽ ആ ഒരു ഇമേജിങ് അവിടെ കൃത്യമായിട്ട് കിട്ടും. സ്പീക്കർ ഇല്ലാത്തടത്ത് ഫ്രണ്ട് ഹൈറ്റിൽ കിട്ടിയിരിക്കണം. അതാണ് സ്പീക്കർ പ്ലേസ്മെൻറ്റിൻ്റെ ഉദ്ദേശം. മനസ്സിലാവുന്നില്ല? അവിടെ നിന്ന് അത് വട്ടെടുന്നു വെച്ചാൽ അതെന്താ, റൂമിൻ്റെ ഓരോ സ്പീക്കറിലേക്കും കറങ്ങി പോകണം. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് 4 സ്പീക്കർ ആയിരിക്കും, ചിലർക്ക് 6 സ്പീക്കർ ആയിരിക്കാം. 4 സ്പീക്കർ ഉള്ളവരിൽ നിന്നും ആ റൂമിൻ്റെ സെൻറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. ആ മര്യാദ പ്ലേസ് ചെയ്ത് കൃത്യമായിട്ട് കിട്ടും. ആ ഒരു സംഭവം കിട്ടണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ പിന്നെ ഓഫ്കോഴ്സ് കാലിബ്രേഷൻ ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ റൂം ചെറുതാണ്, അതുകൊണ്ട് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വീട് കെട്ടാണ്, നിങ്ങൾ ആദ്യം ചെയ്യുന്ന ജോലി എന്താണ്? തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ പക്കയായിരിക്കണം, ശരിയല്ലേ? ആ ഫൗണ്ടേഷൻ്റെ മേലെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കെട്ടാൻ പറ്റുള്ളൂ. ഫൗണ്ടേഷൻ ആദ്യം സ്ട്രോങ് ആണ്, പിന്നെ നിങ്ങൾക്ക് പിന്നെ തീരുമാനിക്കാം ആ ഫൗണ്ടേഷൻ്റെ മേലെ എത്ര റൂം വേണം, ഫുൾ മൊത്തം ഫൗണ്ടേഷൻ കവർ ചെയ്യണോ വേണ്ട, സെൻറ്ററിൽ മാത്രം മതിയോ, അവിടെ മാത്രം മതിയോ. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് മേലോട്ട് റൂം എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ബേസ് ക്ലിയർ ആണെങ്കിൽ അതിനെ മേലെ നിങ്ങൾക്ക് വീണ്ടും ബിൽഡ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചെവിയുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെയാണ് സൗണ്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് സിമ്പിളാണ്. ഹെഡ് റിലേറ്റഡ് ഫയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നിങ്ങളുടെ തല അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് സൗണ്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതായത് ഇപ്പോൾ സൗണ്ട് ഡയറക്റ്റായിട്ട് ഒരു സോഴ്സ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു സോഴ്സിൽ നിന്ന് നേരെ നിങ്ങൾക്ക് തരുന്നതല്ല. അത് പല സ്ഥലത്തും പോയി തട്ടി അതിൻ്റെ പ്രതിബിംബങ്ങളാണ്, എക്കോസാണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്ന എന്താണ്, ആ ഏത് സൗണ്ടാണ് ആദ്യം എത്തുന്നത് അത് നിങ്ങളെ ബ്രെയിൻ അനലൈസ് ചെയ്യുക. എങ്ങനെ അനലൈസ് ചെയ്യുന്നത്? ഓക്കെ, അതിന് ഇത്ര ഫ്രീക്വൻസി, ഇത്ര കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് ഇത്ര സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തി. ആ ബ്രെയിൻ അത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇന്ന സൈഡിൽ നിന്ന് ഇത്ര സ്പീഡ് അല്ലെങ്കിൽ ഒരു സൗണ്ടിൻ്റെ സ്പീഡ് ഇല്ലേ, ഒരു വണ്ടി വരുന്നത് കാണണമെന്നില്ല, ആ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഏകദേശം അറിയാം നല്ല സ്പീഡിലാണോ വരുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേഷൻ നടക്കുന്നത് സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ആ ഒരു സെയിം എന്താ പറയുക പ്രോസസ്സാണ് അല്ലെങ്കിൽ സെയിം അനാലിസിസ് ആണ് നിങ്ങളുടെ AVRൽ നടക്കുന്നത്. അതിൻ്റെ പ്രോസസ്സാണ് ഒരു കമ്പ്യൂട്ടർ ചിപ്പ് തന്നെയാണ്. ഒരു ഡോൾബി അറ്റ്മോസ് റിസീവർ എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. അതിൽ ഒരു മിനിറ്റിൽ എത്രയോ 50,000 മുതൽ 1,00,000 കാൽക്കുലേഷൻസ് നടക്കുന്നുണ്ട്. ആ കാൽക്കുലേഷൻസ് പ്രകാരമാണ് ആ റിസീവർ ഇത് സിഗ്നൽ റിസീവ് ചെയ്ത് അത് പിന്നെ മനസ്സിലാക്കി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്പീക്കർ ലേഔട്ട് ചെക്ക് ചെയ്ത് അതിൽ ഏത് സ്പീക്കറിൽ പ്ലേസ് ചെയ്താണ് ഉത്തമമായ സൗണ്ട് എഫക്ട്സ് കിട്ടുന്നത് എന്നുള്ളത് ഇത് സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെന്ത് വേണം, നിങ്ങളുടെ സ്പീക്കർ പ്ലേസ്മെൻറ്റ്സ് തെറ്റാണെങ്കിൽ സൗണ്ട് മുമ്പ് നിന്ന് വരേണ്ട ബാക്കിൽ നിന്ന് വരും. സിമ്പിൾ. ഓക്കെ, അപ്പം പിന്നെ അതൊന്ന്. രണ്ടാമത്തത് ഈ ഹൈറ്റ് സ്പീക്കേഴ്സും അതായത് ഓൺവോൾ സ്പീക്കേഴ്സും ഇൻവോൾ സ്പീക്കേഴ്സും ഇത് ഞാൻ എത്രയോ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സിമ്പിൾ, അതിൻ്റെ കൂടുതലായിട്ടൊന്നും അത് ടെക്നിക്കലി ആലോചിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക കൺഫ്യൂസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ റൂമിനൊരു ബൗണ്ടറി ഉണ്ട്, വളരെ സിമ്പിൾ.
നിങ്ങളൊരു റൂം, ഏത് റൂം ആയിക്കോട്ടെ, ഹോൾ ആയിക്കോട്ടെ, ബെഡ്റൂം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. അതായത് അതിൻ്റെ ലൈൻസ്, നിങ്ങളുടെ റൂമിൻ്റെ ഹൈറ്റും റൂമിൻ്റെ വീതിയും നീളവും ഇത്രയും കാര്യങ്ങൾ. ആ ഫിസിക്കൽ ഹൈറ്റ് ആണ് എൻ്റെ ഒറിജിനൽ ബൗണ്ടറി. നിങ്ങളുടെ റൂമിൻ്റെ ഒറിജിനൽ ബൗണ്ടറി ആ ഹൈറ്റാണ്, 4 കോർണേഴ്സും. അതാണ് നിങ്ങളുടെ ഒറിജിനൽ ബൗണ്ടറി. നിങ്ങൾ ഇൻസീലിംഗ് വെക്കുമ്പോൾ പറ്റുന്നത് ആ ഒറിജിനൽ ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾ സ്പീക്കേഴ്സ് ഉള്ളോട്ടേക്ക് വലിച്ചിട്ടാണ് വെക്കുന്നത്, ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും. ഓക്കെ, മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് പരിമിതിയുണ്ട്. ഇനി ഈ വലിച്ചു വെക്കുന്നത് തന്നെ നിങ്ങളുടെ സീറ്റിംഗ് പൊസിഷന് എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, റൂമിൻ്റെ ഏറ്റവും ബാക്കിലും ഈ പറഞ്ഞ 4 ഹൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ട് റൂമിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ. എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടാൻ പോകുന്നത്? എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചെവിയുടെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, നേരെ വരുന്ന സൗണ്ട് ചെവിക്ക് കേൾക്കാൻ പറ്റും. ഇതിന് 30 ഡിഗ്രീസ് അപ്പ് വരെയുള്ളത് ചെവിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് പെർസെപ്ഷൻ ഓഫ് ഹൈറ്റ്, അതായത് താഴത്തെ ലെവലിൽ മേലെ നിന്ന ലെവൽ, ഇത് 30 ഡിഗ്രീസ് ആണ് ഇതിൻ്റെ കണക്ക്. 30 to 35 ഡിഗ്രീസ്. ഈ ഒരു സംഭവം അത് നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ തന്നെയാണ്. ഇത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ഹോം തിയേറ്ററിൽ ചെയ്യുന്നത്. അറ്റ്മോസിൻ്റെ ഫെയിലിയറും അവിടെയാണ്. ഈ ഒരു ഡിഗ്രി അവരെന്ത് ചെയ്തു, തിയേറ്ററിൽ പോയാൽ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അറ്റ്മോസിൻ്റെ ട്രെയിലർ പ്ലേ ഇപ്പം ഹൈറ്റ് സ്പീക്കേഴ്സൊക്കെ കൃത്യമായിട്ട് വയ്ക്കും, പക്ഷേ മെയിൻ ഫിലിം തുടങ്ങുമ്പോൾ ഒന്നും കേൾക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് കാരണമുണ്ട്, സയൻറ്റിഫിക്കലി കാരണമുണ്ട്. കാരണം അറ്റ്മോസിൻ്റെ സ്പീക്കർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തിയേറ്ററിൻ്റെ സീലിങ്ങിൻ്റെ മേലെയാണ്. എവിടെ കിടക്കുന്ന സീലിംഗ്? നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിങ്ങൾ 6 അടിയുള്ള മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞാൽ 3 അടി 3.5 അടി. ഈ 3.5 അടിയും തിയേറ്ററിൻ്റെ സീലിങ്ങും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 20 അടി ഒന്നും പോരാ, എന്നാൽ 20 അടി കൂട്ടിക്കാം. നിങ്ങളെ ചെവിക്ക് അടുത്തുള്ള സ്പീക്കർ അതാ നിങ്ങളുടെ സറൗണ്ട് സ്പീക്കറാണ് അല്ലേ? ഈ പറഞ്ഞ ബെഡ് ലെയർ സ്പീക്കേഴ്സ് ഫയർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതിനിടയ്ക്ക് ഒന്ന് മേലെ നിന്ന് എന്തെങ്കിലും പൊട്ടിയാലായി ഈ മേലത്തെ സൗണ്ട് താഴെ എത്തുമ്പോഴത്തേക്കും ഇവിടുന്ന് അടുത്ത സൗണ്ട് വരും. അപ്പോൾ എന്തായി, മേലെ നിന്ന സൗണ്ട് ഡ്രൗൺ ഔട്ട് ആയി പോവാണ്. അത് അറിയുന്നില്ല, നിങ്ങളുടെ ചെവിക്ക് അത് ബ്രെയിനിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. സൗണ്ട് എവിടെ നിന്നോ വരുന്നു, ഇത്രേ ഉള്ളൂ. എൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് കിട്ടും, ക്ലിയർ ആയിട്ട് കിട്ടും. എപ്പോഴാണെന്നറിയോ, ഞാനിത് പല പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു തിയേറ്റർ, ഇപ്പോൾ കോഴിക്കോടുള്ളവർക്കാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൈരളി തിയേറ്റർ, അപ്സര തിയേറ്റർ, ഈ 2 തിയേറ്റർ അറ്റ്മോസ് ഉള്ളതാണ്. ഓക്കെ, കൈരളി തിയേറ്ററിൽ നിങ്ങൾ ബാൽക്കണീനെ അടിയിൽ പോയിരിക്കുക. ഓക്കെ, ബാൽക്കണീൻ്റെ അടിയിലുള്ള തിയേറ്റർ പോയി കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മേലെ ഉള്ളതുകൊണ്ട് സൗണ്ട് കേൾക്കും. നേരം ബാൽക്കണി വിട്ടിട്ട് ആ മെയിൻ ഹാളിൽ സെൻറ്ററിൽ എവിടെയും പോയിരിക്കുക, ഒന്നും അറിയാൻ പോകുന്നില്ല. ബാൽക്കണിയിൽ കയറിയിട്ട് ഇതേ എഫക്റ്റും. അപ്പോൾ അതിന് എന്താ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചെവിക്കിത് ക്ലിയറായിട്ട് അറിയാൻ പറ്റുന്നില്ല. അല്ലേ പിന്നെ എന്ത് ചെയ്യണം, സ്റ്റുഡിയോ ഗ്രേഡഡ് തിയേറ്റേഴ്സ് ആയിരിക്കും. സ്റ്റുഡിയോ ഗ്രേഡഡ് ഉദ്ദേശിക്കുന്നത് അത് വേറൊരു രീതിയാണ്. അതായത് സ്റ്റുഡിയോയിൽ അവർ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ തിയേറ്ററുമായി സ്പീക്കേഴ്സ് വെച്ചിട്ടാണോ? അല്ല, അവർ സ്പീക്കർ പ്ലേസ്മെൻറ്റ്സ് വേറെ തന്നെ. അവരുടെ ആ റെക്കോർഡിംഗ് റൂമിലുള്ള സ്റ്റുഡിയോസിൽ ആ കറക്റ്റ് ഇമേജിങ് കിട്ടുന്നുണ്ടോ, അത് പ്രകാരമാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. ഇതേ സെയിം സംഭവം തിയേറ്റർ റെപ്ലിക്കേറ്റ് ചെയ്താൽ, അതായത് സ്പീക്കർ പ്ലേസ്മെൻറ്റ്സ് കറക്റ്റായി മാത്രമേ അവർ ഉദ്ദേശിച്ച രീതിയിൽ സൗണ്ട് പാനിങ് നടക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര വിലയുള്ള എക്വിപ്മെൻറ്റ് കൊണ്ടുപോയി വെച്ചിട്ടും കാര്യമില്ല എന്നുള്ള കാര്യമില്ല. പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞു, ഇപ്പം എൻ്റെ റൂമിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാം, അധികമൊന്നുമില്ല, 13x ഓൾമോസ്റ്റ് സെയിം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത് 5.1.6 ആണ്. 5.1.6 വെക്കാൻ പാടുണ്ടോ, റൂമിനകത്ത് കൂടുതലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതലല്ല. ഇത് വെച്ചതിന് ശേഷവും എൻ്റെ റൂമിൻ്റെ ആമ്പിൻ്റെ വോളിയം ഞാൻ 40-42, അതിനപ്പുറം എനിക്ക് വെക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൃത്യമായിട്ട് എനിക്ക് സൗണ്ട് അവിടെ കൊടുത്തിടും. കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തെന്ന് ഞാൻ ഒരിക്കലും പറയാം, എനിക്കിതിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനിത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളതുകൊണ്ട് ഐ എം ക്വൈറ്റ് ഹാപ്പി. പിന്നെ മാത്രമല്ല സ്പീക്കേഴ്സ് നിങ്ങൾ കണ്ടതാണോ, മീൻസ് ലൈക്ക് എല്ലാം ഒരേപോലത്തെ സ്പീക്കേഴ്സ് അല്ല. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം അതിൽ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും മറ്റേതല്ല, നിങ്ങൾ വെച്ച പ്ലേസ്മെൻറ്റ് തെറ്റാണെങ്കിൽ നിങ്ങൾ വോളിയം ഇങ്ങനെ കൂട്ടലേ ഉണ്ടാവുള്ളൂ. 70, 80, 90 ഒന്നും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വരാമെന്നല്ലാണ്ട് നിങ്ങളൊന്നും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഞാൻ പറഞ്ഞത്, ഹൈറ്റ് സ്പീക്കേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബേസ് ക്ലിയർ ആക്കി വെക്കുക. ഒരു 5 മര്യാദയ്ക്ക് വെച്ച ഒരു 5.1 സിസ്റ്റം ഈസ് മോർ ബെറ്റർ ദെൻ എ റോങ്ലി പ്ലേസ്ഡ് 9.1.4 സിസ്റ്റം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം
ഞാൻ ആരെയും മുഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് പൊതുവെ വല്ലാതെ ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പം പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.